ചെരുപ്പിനൊക്കെ 150. ഹേ ഗായ്സ്, ലൈഫ് ഓഫ് മൂഫിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് എന്നോട് പെരുന്നാളിൻ്റെ വ്ളോഗൊന്ന് ചെയ്യുമോ, പുതിയ കളക്ഷൻസ് ഒക്കെ SM സ്ട്രീറ്റിലുള്ള എന്നുള്ളത് വീഡിയോയിൽ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ചൊരു ചെറിയ വ്ളോഗ് ആക്കിയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അതൊന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ പെരുന്നാൾക്കിന് ഇപ്പോൾ 2 ദിവസം കൂടിയാണ് ഉള്ളത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ലൊക്കേഷൻസ് കാര്യങ്ങൾ നല്ല കളക്ഷൻസ് കിട്ടണേ. അതിപ്പോൾ പെരുന്നാളും തന്നെയല്ല, നമുക്കിനിപ്പോൾ എപ്പോൾ പോയാലും നല്ല കളക്ഷൻസ്, ഇപ്പം വെസ്റ്റേൺ വെയർ ആയിക്കോട്ടെ, പാർട്ടി വെയർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ കാഷ്വൽ വെയർ ആയിക്കോട്ടെ, കിട്ടുന്ന കുറച്ച് കടകൾ SM സ്ട്രീറ്റിനുള്ളിലുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഷോപ്പിംഗ് ലൈഫിൽ തന്നെ ഇത്രത്തോളം ടയേർഡായിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ടുള്ള ഒരു ഡേ കൂടിയായിരുന്നു എന്ന്. കാരണം അത്രത്തോളം മടുത്തു പോയിട്ടുണ്ടായിരുന്നു. പൊതുവേ ഇപ്പം എനിക്ക് ഈ ഡ്രസ്സൊക്കെ പോയി തിരഞ്ഞൊക്കെ എടുക്കാൻ ഭയങ്കര മടി പിടിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല, എന്നെ പോലെ തന്നെ ഉണ്ടായിരിക്കും കുറേ ആൾക്കാർ പുറത്തൊക്കെ പോയി കുറേ തിരഞ്ഞെടുക്കാനൊക്കെ മടിയാവുകൊണ്ട് ഡ്രസ്സ് എടുക്കാത്തവർ വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പെരുന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. ഞാൻ പോകുന്നത് മുഴുവൻ ഷോപ്പിങ്ങിലേക്കാണ്. എനിക്ക് എന്ത് ഡ്രസ്സ് വാങ്ങണം എന്നുണ്ടെങ്കിലും SM സ്ട്രീറ്റിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. SM സ്ട്രീറ്റിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്പോട്ടാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാണ് ടോപ്പ് മാൾ. അതായത് നമ്മൾ ഈ ഒരു എൻട്രൻസിൽ കയറുന്ന ആ സൈഡിൽ ഫസ്റ്റിൽ കാണുന്നത്, അതായത് LIC റോഡിന് വരുന്ന ഫസ്റ്റിൽ കാണുന്ന ഈ ഒരു ഷോപ്പാണ് ടോപ്പ് മാൾ വരുന്നത്. ഇവിടെ 99 rupees മുതൽ വസ്ത്രങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 99 rupeesനൊക്കെ ഇവിടെ ടീഷർട്ട്സ് ഒക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ടോപ്പ് മാൾ കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ളത്. ഇവിടെ കുറച്ച് അത്യാവശ്യം മോശമില്ലാത്ത കളക്ഷൻസ് ഉണ്ട്, പക്ഷേ റേറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന്. അത്യാവശ്യം ഇമ്പോർട്ടഡ് മെറ്റീരിയൽസിലുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ കൊറിയൻ ടൈപ്പൊക്കെ നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, വെസ്റ്റേൺ വെയർ ഒക്കെ, അങ്ങനത്തെ കുറേ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കാം. പിന്നെ ഞാൻ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഒരു സ്ട്രീറ്റ് കച്ചവടമൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ചെറിയ പൈസക്കൊക്കെ കാഷ്വലായിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന കുർത്തകളൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും. അതായത് സെറ്റ് വരുന്ന കേട്ടോ, ഷോളും അതേപോലെ തന്നെ ബോട്ടും അതേപോലെ ടോപ്പൊക്കെ വരുന്നത്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ മോശമില്ലാത്ത കളക്ഷൻസ് ഉണ്ട്, പക്ഷേ കത്തി റേറ്റ് ആണ് കേട്ടോ. അത് എനിക്ക് പ്രത്യേകം പറയാനുള്ളതാണ്. നല്ല വില ഉണ്ട് ഈ അത്യാവശ്യം വരുന്ന ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ. പിന്നെ ടോപ്പ് ഫാക്ടറി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം നല്ല വിലക്കുറവ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കുർത്തകളൊക്കെ വരുന്നത് ഇവിടെ 200 അതേപോലെ തന്നെ 300 ഉള്ളിലായിട്ടും 400 ഉള്ളിലായിട്ടൊക്കെ വരുന്നുണ്ട്. അതായത് ബോട്ടും ടോപ്പും വരുന്നത്, സെറ്റായിട്ട് വരുന്ന ഷോൾ അടക്കം വരുന്നതിനൊക്കെ. പക്ഷേ മെറ്റീരിയൽ ചീപ്പാണ്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. അപ്പോൾ ഓരോ ഷോപ്പിൽ ഓരോ രീതിയിലുള്ളതുണ്ട്. അപ്പം നിങ്ങൾ അതനുസരിച്ച് വേണം പർച്ചേസ് ചെയ്യാൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് കൊയൻകോ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ വരുന്നുണ്ട്. ഇതിനോട് കുറേ ആൾക്കാർ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ പർച്ചേസിങ് ടൈമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബ്രൈഡിൻ്റെ സാധനങ്ങളൊക്കെ റെൻറ്റിനൊക്കെ കിട്ടുന്ന ഏരിയ എവിടെയാണ് SM സ്ട്രീറ്റിനുള്ളിൽ എന്നുള്ളത്. ഇവിടെ അത്യാവശ്യം കുറേ ഷോപ്പുകൾ വരുന്നുണ്ട്, ബ്രൈഡ് റെൻ്റലിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ് വരുന്നുണ്ട്, തുണി എന്ന് പറഞ്ഞിട്ടുള്ള. കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ മെറ്റീരിയൽ കിട്ടും, പക്ഷേ റേറ്റ് ഉണ്ട് കേട്ടോ മെറ്റീരിയലിനൊക്കെ. അപ്പോൾ അത് എനിക്ക് വീഡിയോയിൽ പ്രത്യേകം പറയാനുള്ള. പിന്നെ ഞാൻ ഈ ഒരു കൊയൻകോ ബസാറിനുള്ളിൽ തന്നെ ഏറ്റവും നല്ല വെസ്റ്റേൺ വെയേഴ്സിൻ്റെ കളക്ഷൻസ് കിട്ടുന്ന ഒരു ഏരിയയാണിത്. അതായത് വെസ്റ്റേൺ വെയേഴ്സ് ആയിക്കോട്ടെ, പാർട്ടി വെയർ ആയിക്കോട്ടെ, ഇവിടെ ഒരുപാട് കടകൾ വരുന്നുണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ഡ്രസ്സൊക്കെ, അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യണം, ഒരു നല്ല ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് കൊയൻകോ ബസാറിനുള്ളിലുണ്ട്. അപ്പം വില കൊടുത്താലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മൂഫിയെ സാധാരണക്കാർക്ക് അത്യാവശ്യം കുറഞ്ഞ റേറ്റിനൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ല കടകളൊക്കെ ഉണ്ടെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ അധികവും SM സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ട്. അതായത് എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കടകൾ, അതൊക്കെ ഞാൻ വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ നിന്നുള്ള വസ്ത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അത്യാവശ്യം നല്ല ഇതൊക്കെ 250 രൂപക്കൊക്കെ അത്യാവശ്യം നല്ല സെറ്റായിട്ട് വരുന്നതൊക്കെ കിട്ടും കേട്ടോ. ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റി എന്താണെന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ അടുത്തത് ലേഡീസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ്. ഇവിടെ അത്യാവശ്യം തെറ്റില്ലാത്ത കളക്ഷൻസ് ഉണ്ട്, റേറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും വലിയ റേറ്റ് ഒന്നുമില്ല. ഒരു അത്യാവശ്യം ഒരു ഏവറേജ് റേറ്റിനൊക്കെ നമുക്ക് ഒരു 290
90-ന്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ല ടോപ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വെസ്റ്റേണിലൊക്കെ നല്ല ടോപ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ മാക്സി അതേപോലെ തന്നെ ബാഗുകൾ അങ്ങനത്തെ ഒക്കെ വെക്കുന്നുണ്ട്. മാക്സിക്കൊക്കെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150-ന്റെ 200-ന് 250-ന്റെ ഉള്ളിലായിട്ടാണ്. തെറ്റില്ലാത്ത കുറച്ച് മാക്സികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ തുണി കുറച്ച് ക്വാളിറ്റി കുറവാണ്. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ്, അതായത് ഒരു സ്റ്റിച്ചേ വരുന്നുള്ളൂ. അത്യാവശ്യം വലിയ ഉറപ്പുള്ള സ്റ്റിച്ചൊന്നുമല്ല. അപ്പോൾ അത് വാങ്ങിയിട്ട് ഒന്നും കൂടി ഡബിൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലമൊക്കെ നല്ല ലാസ്റ്റിങ്ങോട് കൂടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഒരു ഭാഗം MP റോഡാണ്, എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒന്നും വലുതായിട്ട് നല്ലതൊന്നുമില്ല. പക്ഷെ ഹോൾസെയിൽ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ഭാഗമാണ്. അതായത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ആക്സസറീസ്, പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ സാധനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ വാച്ചുകൾ അങ്ങനത്തെ. പിന്നെ ഈ ഏതെടുത്താലും 5 രൂപ മുതലുള്ള ഷോപ്പുകളില്ല, അതൊക്കെ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ MP റോഡിന് നേരെ കയറിയാൽ മതി. പിന്നെ പാളയത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ടാണ് MP റോഡിലൂടെ, അതായത് പെട്ടെന്ന് എത്തും പാളയത്ത് ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ. പിന്നെ കർട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, തുണി, അതായത് ആണുങ്ങൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന തുണികൾ, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് MP റോഡ്. പിന്നെ ഫുഡ് വെയറിൻ്റെ കുറച്ച് മോശമില്ലാത്ത കളക്ഷൻസ്, ബോയ്സിൻ്റെ ഷൂസിൻ്റെ കളക്ഷൻസൊക്കെ ചെറുതായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം റേറ്റ് ചെറിയ അഫോർഡബിൾ റേറ്റിനൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് MP റോഡ്. അപ്പം ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. ഇവിടെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കർട്ടനൊക്കെ അല്ലേ വിൻഡോസിന് ഇടുന്ന, അതൊക്കെ നല്ല കുറഞ്ഞ പൈസയൊക്കെ കിട്ടും ഈ ഒരു ഭാഗത്ത്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എനിക്ക് ഉറപ്പാണ്. കാരണം അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഇതുവരെ വരാത്തവരുണ്ട് സബ്സ്ക്രൈബേഴ്സിൽ നമ്മളിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഡൗട്ട് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കടകളൊക്കെ കാണാൻ വേണ്ടി പറ്റും, സ്ട്രീറ്റ് കച്ചവടവും കാര്യങ്ങളൊക്കെ. ലൈഫിൽ തന്നെ ഇത്രത്തോളം ഞാൻ പറഞ്ഞല്ലോ ടയേർഡായിട്ടുള്ള ഒരു ഷൂട്ടാണിത്. അതായത് മുഴുവനാക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു, അത്രയും ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഡ്രസ്സ് എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. ഞാൻ ഇവിടെ പോയതിൻ്റെ ശേഷമായിരുന്നു കേട്ടോ ഷോപ്പിംഗിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രത്തോളം ടയേർഡ് ആവാനുള്ള മെയിൻ കാരണം അത്ര ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ കടകളിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് തിരിയാനുള്ളതില്ലാത്ത രീതിയിൽ, കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ മര്യാദയ്ക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് പോലും ഇല്ലാത്ത രീതിയിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പെരുന്നാളിൻ്റെ തലേന്നാണ്, നാളെ ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം അത്രത്തോളം തിരക്കുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഏതായാലും ഈ വീഡിയോസ് ഫുള്ളായിട്ട് ഞാൻ മാക്സിമം അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുള്ള ഹിഡൻ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് നമ്മളെ ചാനലുമായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട് അറിയിക്കാം. ആരും ഇപ്പോൾ ഡ്രസ്സ് എടുത്തോളണമെന്നില്ല, പക്ഷേ മാക്സിമം പെരുന്നാൾ എല്ലാവരും അടിപൊളിയാക്കുക. അതേപോലെ തന്നെ പെരുന്നാൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ വെച്ചാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ ഇടാം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ ലൈഫ് ഓഫ് മുഫിയാണ്. ബൈ ബൈ ഗൈസ്.